അമാവാസി നാളിൽ അർദ്ധരാത്രിയിൽ ആ ഗ്രാമത്തിലെ ശ്മശാനത്തിൽ കല്ലറയുടെ മറുവശത്തേക്ക് തിരിഞ്ഞിരുന്ന വധുവിന്റെ വേഷത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയിരിക്കുന്നു. അവൾ കയ്യിലെ മുല്ലപ്പൂമാല ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു. ആ മാലയിൽ നിന്ന് പുറപ്പെടുന്ന മുല്ലപ്പൂക്കളുടെ മാസ്മരിക സുഗന്ധം കട്ടപ്പുകയായി മാറുകയും ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങുകയും ചെയ്യുന്നു. വരൂ സ്വാമി, ഞാനിവിടെ അങ്ങ് വരുന്നത് നോക്കിയിരിക്കുകയാണ്. എന്റെ അടുത്തേക്ക് വരൂ പ്രഭു. സ്വാമി വരൂ, ഞാനിവിടെ അങ്ങ് വരുന്നത് നോക്കിയിരിക്കുകയാണ്. എന്റെ അടുത്തേക്ക് വരൂ പ്രഭു. ആ പൂക്കളുടെ സുഗന്ധത്താൽ ആളുകൾ, പക്ഷി, മൃഗാദികൾ, എല്ലാ ജീവജാലങ്ങളും ഗാഢനിദ്രയിൽ ആഴ്ന്നിരിക്കുന്നു. പുക ശ്വസിച്ച് പ്രേതത്തിന്റെ വിളി കേട്ട് ഒരാൾ പ്രേതത്തിന്റെ നിയന്ത്രണത്തിലാകുന്നു. അയാൾ സിമിത്തേരിയിലേക്ക് നടന്നു പോകുന്നു. അവിടെ എത്തി പ്രേതത്തിന് പിന്നിൽ നിൽക്കുന്നു. പ്രേതം ഉടൻ തന്നെ മാല ചുഴറ്റുന്നത് നിർത്തി തിരിഞ്ഞു നോക്കുന്നു. ഭയാനകമായി ചിരിക്കുന്നു. എന്താ ബൈക്ക് ഇവിടെ നിർത്തിയത്? ഞാൻ നിന്നോട് ഒരു വിചിത്രമായ കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇത് ആ വീടല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. വാ വാ. അതെ, ആ വീട് തന്നെ. ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിചിത്രമായ ഒരു കാര്യം കാണിക്കാനാണ് എന്ന്. തമാശ പറയില്ലേ, ഇത്തരം വീടുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആദ്യം നീ അകത്തേക്ക് പോയി നോക്ക്. പോ. ശരി വേണു, ഞാൻ അകത്ത് പോയി വിചിത്രമായി ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ... ശ്രീനു, നീ കണ്ടോ? വിചിത്രമായ കാര്യം കണ്ടോ? എന്റെ ജീവിതത്തിൽ ഇത്രയും വിചിത്രമായൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഇത് ശരിക്കും വിചിത്രം തന്നെ. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം എന്താണെന്ന് ആലോചിക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. വരൂ, നമുക്ക് ആ മരത്തിന്റെ ചുവട്ടിലിരിക്കാം. ഈ ഗ്രാമത്തിൽ ഏകദേശം 80 വർഷം മുമ്പ് ഈ ഗ്രാമത്തിൽ ഒരു പ്രേതം ചത്തു. എന്ത്? പ്രേതം ചാവുകയോ? ആരെങ്കിലും മരിച്ചാലാണ് പ്രേതമാവുന്നത്. പ്രേതത്തിന്റെ മരണമെന്നത് വിചിത്രം തന്നെ. ഈ പട്ടണത്തിന്റെ പേര് കപോത്പൂർ എന്നാണ്. കപോത് എന്നാൽ പ്രാവുകളാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ ധാരാളം പ്രാവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് കപോത്പൂർ എന്ന പേര് വന്നത്. അതെ വേണു, എനിക്കറിയാം. അത് പ്രാവുകൾക്ക് വളരെ ഉയരത്തിൽ പോലും പറക്കാൻ കഴിയും. അതായത് 25 മൈൽ അകലെയുള്ള വസ്തുക്കളെ പോലും കാണാൻ കഴിയും. അതെ ശ്രീനു, എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്തിനാണ് ഇവിടെയുള്ളവർ പ്രാവിനെ ആരാധിക്കുന്നത്? പ്രാവിന്റെ തലയുള്ള മനുഷ്യൻ ആരാണ്? പറയൂ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമാവാസിയുടെ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ആരോ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. എല്ലാവരും പേടിച്ച് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. ദൂരെ ഒരു വീട്ടിൽ ഒരു വൃദ്ധ ഉറക്കെ കരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. എല്ലാവരും ആ വീട്ടിലെത്തി. കരച്ചിലിന്റെ കാരണം ചോദിച്ചപ്പോൾ വൃദ്ധയായ ആ മുത്തശ്ശി പറഞ്ഞു, എന്റെ പേരക്കുട്ടിയെ വീട്ടിൽ എവിടെയും കാണാനില്ല. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അവൻ എന്താണ് പറ്റിയത്? മുത്തശ്ശി, പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ പേരക്കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിക്കാം. വരൂ, നമുക്ക് തിരയാം.
ഗ്രാമത്തലവനായ വീരയ്യയ്ക്കൊപ്പം ചില ഗ്രാമീണർ ഗ്രാമം മുഴുവൻ തിരയുന്നു. ഒടുവിൽ ശ്മശാനത്തിലേക്ക് പോകുന്നു. സെമിത്തേരിയുടെ ഗേറ്റ് തുറന്നിരിക്കുന്നത് കണ്ട് ശ്മശാനത്തിലേക്ക് വേഗത്തിലോടി. ചതഞ്ഞ പൂക്കൾക്കിടയിൽ കല്ലറയിൽ മുത്തശ്ശിയുടെ പേരക്കുട്ടി കിടക്കുന്നത് അവർ കണ്ടു. ഉടൻ തന്നെ അവർ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി അവന്റെ വീട്ടിൽ കിടത്തുന്നു. മുത്തശ്ശി, നിങ്ങളുടെ പേരക്കുട്ടി ശ്മശാനത്തിൽ കിടക്കുന്നു. പേരക്കുട്ടിയെ ആ അവസ്ഥയിൽ കാണുന്നതിൽ മുത്തശ്ശിക്ക് വളരെ സങ്കടമായിരുന്നു. ഗ്രാമവാസികളെല്ലാം സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ്. അവർ ആ മുത്തശ്ശിക്ക് ധൈര്യം പകരാൻ ശ്രമിക്കുന്നു. വീരയ്യ ആ മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്നു. നമ്മുടെ ഗ്രാമത്തിൽ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? എല്ലാ അമാവാസ്യ ദിനത്തിലും അർദ്ധരാത്രിക്ക് ശേഷം ഏതെങ്കിലും വീട്ടിലെ ഉറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരാൾ അറിയാതെ ഉറക്കത്തിൽ നടന്ന് ശ്മശാനത്തിലെത്തുന്നു. അടുത്ത ദിവസം ശ്മശാനത്തിൽ കിടന്നുറങ്ങുന്നതായി കാണപ്പെടുന്നു. പിന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചികിത്സയില്ലാത്ത രോഗത്താൽ മരിക്കുന്നു. എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അങ്ങേക്ക് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗ്രാമത്തിൽ ഇതുവരെ ഒരുപാട് പേർ ഇതുപോലെ മരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയാണ്. ഇനി ഇതൊക്കെ ഏതെങ്കിലും പ്രേതത്തിന്റെയോ ആത്മാവിന്റെയോ മറ്റോ പ്രവൃത്തിയാണോ? ഭൂതവും പ്രേതവും ഒന്നുമല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഗ്രാമത്തിൽ ഇത് ഇനി ആർക്കും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ മുനിമണ്ഡലയിൽ പോയി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ മടങ്ങൂ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങൂ. വീരയ്യ പറഞ്ഞത് കേട്ട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. വീരയ്യ ഒരു മോട്ടോർ സൈക്കിളിൽ കയറി മുനിമണ്ഡലി എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സ്വാമിജിയുടെ ആശ്രമത്തിൽ എത്തുന്നു. സ്വാമിജി, അങ്ങ് സുഖമായിരിക്കുന്നുവോ? എങ്ങനെയിരിക്കുന്നു വീരയ്യ? അങ്ങ് എന്താ ഇന്ന് ഇവിടെ? എല്ലാ അമാവാസി രാത്രിയിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഇത് ഏതോ ഭൂതപ്രേതങ്ങളുടെ പണിയാണെന്ന് കരുതി ഞങ്ങളുടെ ഗ്രാമവാസികളെല്ലാം ഭയക്കുന്നു. ശരിക്കും അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ആ രാത്രിയിൽ ആർക്കാണോ ഇത് സംഭവിക്കുന്നത് അയാൾക്ക് അടുത്ത ദിവസം ഇതൊന്നും തന്നെ ഓർക്കാൻ കഴിയുന്നില്ല. സ്വാമിജി, നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളുടെ ഗ്രാമവാസികളെ രക്ഷിക്കാൻ കഴിയൂ. വീരയ്യ, ഇങ്ങോട്ട് വരൂ. വന്ന് ഇതിലിരിക്കൂ. നിങ്ങളുടെ ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിനക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരാം. അന്ന് അമാവാസി രാത്രി എല്ലാ ആളുകളും ഭയത്തോടെ ഉറങ്ങുന്നു. ചിലർ അവരുടെ കുടുംബങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. സ്വാമിജി, എനിക്ക് നല്ല പേടി തോന്നുന്നു. ആരാണ് ആ പെൺകുട്ടി? ആരാണ് ആ സന്യാസി? അത് കാമിനി ഭൂതപ്രേതമാണ്. ഞാൻ അതിന്റെ കാരണം പറഞ്ഞു തരാം, കേൾക്കൂ. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ചില ഋഷിമാരും സന്യാസിമാരും രാജ്യസമാധാനത്തിനായി കാൽനടയായി രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് അവർ നിങ്ങളുടെ ഗ്രാമമായ കപോത്പൂരിൽ എത്തി. സന്യാസി വളരെ സ്നേഹത്തോടെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലെ കോംലി എന്ന പെൺകുട്ടി ആ സന്യാസിയുടെ സൗന്ദര്യം കണ്ട് അദ്ദേഹത്തോട് പ്രണയം തോന്നുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഒരു കടലാസ് കഷ്ണത്തിൽ പ്രണയം എഴുതി നൽകുന്നു. സന്യാസി
ആ കടലാസ് കീറിക്കളഞ്ഞ് ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അതേ ദിവസം വൈകുന്നേരം കോംലി വീണ്ടും മുനിയുടെ അടുത്തേക്ക് വരുന്നു. ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാതെ സന്യാസി തന്റെ പൂജാ സാമഗ്രികൾ ശേഖരിക്കുന്നു. താങ്കൾ വളരെ സുന്ദരനാണ്. അങ്ങ് അനാവശ്യമായി പ്രായം കളയുകയാണ്. എന്നെ വിവാഹം കഴിക്കൂ. നോക്ക് കോംലി, ഞാനൊരു സന്യാസിയാണ്. പിന്നെ എനിക്ക് കല്യാണം, കുട്ടികൾ, വീട്, ലോകം ഇവയോടൊന്നും ഒരു താല്പര്യവുമില്ല. ഇനി ഒരിക്കലും എന്നെ പിന്തുടരരുത്. ഇത് പറഞ്ഞുകൊണ്ട് സന്യാസി പോകുന്നു. അടുത്ത ദിവസം സന്യാസി ഗ്രാമം വിടുകയാണെന്ന വാർത്ത കോമലിക്ക് ലഭിക്കുന്നു. വീണ്ടും അവൾ ആ സന്യാസിയുടെ അടുത്തേക്ക് പോകുന്നു. കോമലി, കുറച്ചു മാറി നിൽക്കൂ, മുനിമാർ വരുന്നുണ്ട്. ഉടനെ കോമലി എഴുന്നേറ്റ് ആ മുനിയുടെ കാലിൽ പിടിച്ചു. ഗ്രാമവാസികളെല്ലാം ദേഷ്യത്തോടെ കോമലിയെ ശകാരിക്കാൻ തുടങ്ങി. നിൽക്കൂ, ദേഷ്യപ്പെടരുത്. കോംലി, ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ദേശത്തിന്റെ സമാധാനത്തിനു വേണ്ടി എല്ലാ ഗ്രാമങ്ങളിലും പോയി ഭിക്ഷ തേടുന്നു. നിനക്ക് അനുയോജ്യമായ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിതം നയിക്കൂ. എനിക്ക് അങ്ങില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് സാധിക്കില്ല. കോംലി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്റെ കാലുകൾ വിടൂ. ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ സന്യാസിമാരാണ്. ഞങ്ങളെ വിടൂ. കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങയുടെ കൂടെ മാത്രമേ ജീവിക്കൂ. എന്റെ മാത്രമാണ്. ദുഷ്ടേ, പാപി, എന്നെ വിടൂ. കോമലിയെ ശകാരിച്ചുകൊണ്ട് സന്യാസി മുന്നോട്ടു പോകുന്നു. ചിലർ അവളെ നോക്കി പരിഹസിക്കുന്നു. അവളെ അവർ വശത്തേക്ക് തള്ളിയിട്ട് മുനിമാരോടൊപ്പം ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തേക്ക് പോകുന്നു. കോമലി വീണ്ടും മുനിയുടെ അടുത്തേക്ക് ഓടി വരുന്നു. എനിക്ക് ഒരു വരം തരൂ സ്വാമി. പ്രണയവും വിവാഹവും ഒഴികെ എന്തും എന്നോട് ചോദിക്കൂ. ആദ്യം സാധിക്കില്ല എന്ന് പറയില്ല എന്നങ്ങ് സത്യം ചെയ്തു തരൂ. എന്നും എന്റെ ഗുരു, ഞാൻ അത് നിനക്ക് തരാമെന്നും എന്റെ ഗുരുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. ഞാൻ മനുഷ്യന്റെ കൈ കൊണ്ടോ ആയുധം കൊണ്ടോ മൃഗത്താലോ മരിക്കരുത്. അങ്ങനെ ഭവിക്കട്ടെ. കോമലി ഉടൻ തന്നെ മുനിയെ മുറുക്കെ പിടിച്ച് കൊല്ലുന്നു. ബാക്കിയുള്ള മുനിമാർ പരസ്പരം കൈകൾ മുറുക്കെ പിടിച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ട് കോമലിയെ മെരുക്കി അടുത്ത ശ്മശാനത്തിലേക്ക് എറിയുന്നു. കോംലിക്ക് ഇനി ഈ ശ്മശാനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അമാവാസി നാളിൽ നമ്മുടെ മന്ത്രത്തിന്റെ ശക്തി അല്പം കുറയും. അതുകൊണ്ട് അന്ന് അവർ ഭയങ്കരമായ ഒരു രൂപം കൈക്കൊള്ളും. അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ അവൾക്ക് കഴിയും, അവൾക്ക് കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ശ്മശാനത്തിന്റെ അടുത്ത് പോകരുത്. ഇത് പറഞ്ഞുകൊണ്ട് മഹർഷി അവിടെ നിന്നും പോകുന്നു. എല്ലാ അമാവാസികളിലും രാത്രി കോമലി പ്രേതത്തിന്റെ വേഷം ധരിച്ച് ഗ്രാമത്തിൽ മനം മയക്കുന്ന ഒരു തരം പുക പരത്തുന്നു. ആ സുഗന്ധത്താൽ ലഹരി പിടിച്ച ഒരു പുരുഷനെ അവൾ കീഴ്പ്പെടുത്തുന്നു. കൂടാതെ അയാളെ തന്റെ ഇഷ്ടമുനിയായി രൂപം മാറ്റി അവളുടെ ആഗ്രഹം നിറവേറ്റുന്നു. അതിനർത്ഥം നമ്മുടെ ഗ്രാമത്തിലെ പുരുഷന്മാർ പ്രേതത്തിന്റെ മോഹത്തിന് ഇരയാകുന്നുവെന്നാണ് സ്വാമി. ഇനി മുതൽ നമ്മുടെ ഗ്രാമത്തിലെ ആരും ആ പ്രേതത്തിന് ഇരയാകരുത്. ആ പ്രേതത്തെ നശിപ്പിക്കാൻ എന്തെങ്കിലും വഴി പറയൂ സ്വാമിജി. പരകായ പ്രവേശം നടക്കട്ടെ. പരകായ പ്രവേശം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് സ്വാമി? നമ്മുടെ ആത്മാവ് മൃതശരീരത്തിൽ പ്രവേശിക്കുന്ന പ്രക്രിയയെ പരകായ പ്രവേശം എന്ന് വിളിക്കുന്നു. വീരയ്യ, ഈ ജപമാല എടുക്കൂ. അത് പരകായ പ്രവേശം ചെയ്യുന്ന ആത്മാവ് കോംലിയുടെ കഴുത്തിലിടണം. അപ്പോൾ അതിന്റെ ശക്തി കുറയും. ആ സമയത്ത് മാത്രമേ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ കഴിയൂ. ഈ പരകായ പ്രവേശത്തെക്കുറിച്ച് സ്വാമിജി വീരയ്യയുടെ ചെവിയിൽ പറയുന്നു. പിന്നെ വീരയ്യ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന സമയം വഴിയിൽ ചത്ത പ്രാവിന്റെ ജഡം കാണുന്നു. ആ പ്രാവിനെ വീരയ്യ കൂടെ കൊണ്ടുപോകുന്നു.
വീരയ്യ തന്റെ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഗ്രാമത്തിലെ എല്ലാ ആളുകളും അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. പേടിക്കേണ്ട, ഈ അമാവാസി ദിനത്തിൽ നമ്മുടെ ഗ്രാമത്തിന്റെ വേദന എന്നേക്കുമായി ഇല്ലാതാകും. വീരയ്യ ആ കോമലിയെക്കുറിച്ച് ഗ്രാമവാസികളോട് പറഞ്ഞ് എല്ലാവരെയും ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. ഒടുവിൽ അമാവാസി രാത്രി എത്തിയിരിക്കുന്നു. എല്ലാവരും എന്നത്തെയും പോലെ അവരവരുടെ വീടുകളിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. വീരയ്യ പ്രാവിനെ മുന്നിൽ വെച്ച് പരകായ പ്രവേശത്തിന് തയ്യാറെടുക്കുകയാണ്. അവിടെ കോമലി സെമിത്തേരിയിലിരുന്ന് മുല്ലപ്പൂമാല ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനം മയക്കുന്ന പുക ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് വീരയ്യയ്ക്ക് സ്വാമിജി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. വീരയ്യ, ആ മനം മയക്കുന്ന സുഗന്ധത്തിന്റെ പുക ഗ്രാമം മുഴുവൻ പടരുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പറഞ്ഞു തന്ന മന്ത്രം അത് പറഞ്ഞ് പെട്ടെന്ന് പരകായ പ്രവേശം നടത്തണം. ആ പുകയിൽ നിന്ന് 5 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പരകായ പ്രവേശം നടത്തണം. ഓർക്കുക, നിങ്ങളുടെ രൂപത്തിലല്ല. പരകായ പ്രവേശന മന്ത്രം ചൊല്ലി സ്വാമിജി നൽകിയ മാല ചത്ത പ്രാവിന്റെ കഴുത്തിലിടുന്നു. വീരയ്യ അതിന്റെ ആത്മാവിനെ പുറത്തേക്ക് വിളിക്കുന്നു. ഉടനെ വീരയ്യയുടെ ആത്മാവ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രാവിന്റെ ഉള്ളിലേക്ക് പരകായ പ്രവേശനം നടത്തുന്നു. ചത്ത പ്രാവ് അനങ്ങുന്നു. പുകയ്ക്ക് മുകളിലൂടെ പ്രാവ് ഉയർന്ന് ശ്മശാനത്തിലേക്ക് പറക്കുന്നു. ആ പുകയിൽ ഗ്രാമത്തിലെ എല്ലാ ആളുകളും അബോധാവസ്ഥയിൽ കിടക്കുന്നു. ഒരാൾ വീടിന്റെ വാതിൽ തുറന്ന് ശ്മശാനത്തിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. കോമലിയുടെ കഴുത്തിൽ ജപമാല ഇടാനായി അവളുടെ ദൃഷ്ടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി പ്രാവ് പറക്കുന്നു. പക്ഷേ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്ന പ്രാവ് കോമലിയുടെ കഴുത്തിൽ ജപമാല ചാർത്തി താഴെ വീഴുന്നു. കോമലി ദേഷ്യത്തോടെ വീരയ്യയുടെ തല തകർത്ത് കളയുന്നു. ഇങ്ങനെ കോമലി ഉച്ചത്തിൽ നിലവിളിക്കുകയും ആ മാലയിൽ നിന്ന് വരുന്ന അഗ്നിജ്വാലയിൽ എരിയുകയും ചെയ്യുന്നു. പുക ശ്വസിച്ച് മയങ്ങിയ ഒരാൾ ശ്മശാനത്തിൽ എത്തുന്നു. കോമലി എരിഞ്ഞ് ചാരമാകുന്നു. ഉടനെ ആ വ്യക്തിക്ക് ബോധം വരികയും ഇതെല്ലാം കാണുകയും ചെയ്യുന്നു. അയാൾ പേടിച്ചു ഗ്രാമത്തിലെത്തി എല്ലാവരോടും പറയുന്നു. ഗ്രാമവാസികളെല്ലാം ശ്മശാനത്തിലേക്ക് ഓടിയെത്തുന്നു. വീരയ്യയുടെ മൃതദേഹം കണ്ട് എല്ലാവരും സങ്കടത്തോടെ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ സ്വാമിജി കപോത്പൂരിൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. പിന്നീട് വീരയ്യയുടെ മൃതദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹം നടത്തുന്നു. എന്നിട്ട് വീരയ്യയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നു. ഈ വിഗ്രഹത്തെ നിങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആരാധിക്കണം. വന്ന് ഇതിലിരിക്കൂ. ഇനി മുതൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദോഷവും ഉണ്ടാകില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം സ്വാമിജി അവിടെ നിന്ന് പോയി. ശ്രീനു, പ്രേതം ചത്തത് ഇങ്ങനെയാ? അതെ ശ്രീനു, ഇത് ശരിക്കും വിചിത്രമാണ്. പക്ഷേ ആ വീരയ്യ വളരെ നല്ല മനുഷ്യനായിരുന്നു. തന്റെ ഗ്രാമത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാനായ മനുഷ്യനായിരുന്നു. വേണുവും ശ്രീനുവും വിഗ്രഹം നോക്കി നമസ്കാരം ചെയ്യുന്നു. അങ്ങനെ അവർ വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പോകുന്നു. ധാരാളം പ്രാവുകൾ അവരുടെ മുകളിൽ പറക്കുന്നുണ്ടായിരുന്നു. ഇരുവരും പ്രാവുകളെ നോക്കിക്കൊണ്ട്, വീണ്ടും ഏതോ ഗ്രാമത്തിന് ഇത് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം, വാ വാ. ഇങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ച് ചിന്നക്കൊണ്ട എന്ന ഗ്രാമത്തിൽ എത്തുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവരും ഭയത്തോടെ അവരവരുടെ വീടുകളിലാണ്. ചിലർ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നു. അതേസമയം ചില ഗ്രാമവാസികൾ ഒരാളെ എടുത്തുകൊണ്ടുവരുന്നു. ഇയാൾക്ക് എന്താണ് പറ്റിയത്? എനിക്കറിയില്ല. എല്ലാ അമാവാസിക്ക് ശേഷവും ശ്മശാനത്തിൽ വീണുകിടക്കുന്ന ഒരാളെ കാണാറുണ്ട്. അവർ രാവിലെ ആവുമ്പോൾ മരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇത് കേട്ട് ശ്രീനുവും വേണുവും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നു. മുകളിലെ മരത്തിൽ ഒരു പ്രാവിനെ കാണുന്നു.